ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ സിമ്പിൾ റെസിപ്പീസ് വിത്ത് മെനു. അപ്പോൾ നമ്മളിന്നൊരു എമ്മി ആയിട്ടൊരു ഹോം മെയ്ഡ് ഡോണറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ടൊരു ബോൾ എടുത്തിട്ട് അതിനകത്തേക്ക് അരക്കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1.25 ടീസ്പൂൺ ഈസ്റ്റ് വേണം. ഈസ്റ്റ് ഇതിനകത്തേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ ആഡ് ചെയ്തിട്ട് നമുക്ക് വിസ്ക് വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമുക്കിതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്യാം. നമുക്കിതിനകത്തേക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്പാച്ചില വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യത്തിന് ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിന് പൊടി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ബാറ്ററിൻ്റെ ആവശ്യത്തിന് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ 1 സ്പൂൺ ബട്ടറൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിനെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഡോ നമ്മുടെ കയ്യിൽ ഒട്ടാത്ത വിധം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കയ്യിലൊന്നും ഒട്ടാത്ത വിധം നമുക്ക് കിട്ടണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. ഓയിൽ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ബാറ്റർ നമുക്കിതിനകത്തേക്ക് വെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ ഒരു 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്ത് അതൊന്ന് പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് പൊങ്ങി കിട്ടും. എന്നിട്ടൊരു 30 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം. തണുത്ത ഒരു സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുക്കും. നമുക്കറിയാമല്ലോ കുറച്ച് നല്ലപോലെ പൊങ്ങി വരുമ്പോൾ ഇതാണ്ട് ഇങ്ങനെ പൊങ്ങി കിട്ടും. അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മയപ്പെടുത്തിയെടുക്കാം. നമുക്കിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് 2ആയിട്ട് മുറിച്ചിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം പതുക്കെ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ട് കുറച്ച് മൈദാൻ്റെ പൊടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ റോളറിൽ അത് പറ്റി പിടിക്കുന്നത് കൊണ്ടാണ്. അപ്പം നമുക്ക് നല്ലപോലെ കിട്ടും. നമുക്ക് നല്ലപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഭയങ്കര നൈസായിട്ട് പരത്തരുത്, കുറച്ച് കട്ടിക്ക് പരത്തണം. ഇനി നമുക്കൊരു സർക്കുലർ ഷേപ്പിലുള്ളൊരു സാധനം കൊണ്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. എന്തിൻ്റെയെങ്കിലും അടപ്പോ അങ്ങനെ ബോളോ അങ്ങനെ എന്തെങ്കിലും മതി. ഇങ്ങനെ ഒരു ഇതും കൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു ഷേപ്പ് കിട്ടാനായിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം അതിന് കട്ട് ചെയ്ത് വരും. ഇപ്പോൾ കണ്ടില്ലേ 2 ഇതായിട്ട് നമുക്ക് നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും അടപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ നടുഭാഗം കൂടെ ഒന്ന് വെട്ടിയെടുക്കാം. ഇതത് കണ്ടില്ലേ, ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുത്താൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ആ നടുക്കിലെ ആ സാധനങ്ങൾ എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് മുഴുവനും ചെയ്തെടുക്കാം. ഇനി നമുക്കിതെല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതാണ്ട് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന എല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ബട്ടർ പേപ്പറിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇളകി വരാനായിട്ട് കുറച്ച് പെട്ടെന്ന് ഇളകി വരും. അപ്പോൾ ഞാനിതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഫ്ലഫി ആയിട്ട്
ഇത് കിട്ടും. ഭയങ്കര സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പൊള്ളാതെ സൂക്ഷിക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു കളറായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. കാരണം ഉള്ളിൽ വേവേണ്ടതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിത് ഇരുന്ന് ഒരു ബ്രൗണി കളറാകുമ്പോഴത്തേക്ക് നമുക്കെടുക്കാം. ബ്രൗണി അല്ല, ഒരു ലൈറ്റ് യെല്ലോ കളറാകുമ്പോഴത്തേക്ക് നമുക്കെടുക്കാം. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു യെല്ലോയിഷ് കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കറക്റ്റ് ഡോണറ്റിൻ്റെ ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഒരു പാകാകുമ്പോഴത്തേക്ക് നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ തന്നെ. അപ്പോൾ ഞാനിവിടെ ഡോണറ്റിൻ്റെ ഡിപ്പായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ചോക്ലേറ്റ് സിറപ്പാണ്. അതിനകത്ത് കുറച്ച് പൗഡർ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഡിപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ അടിപൊളി സോഫ്റ്റ് ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്യാം ചോക്ലേറ്റ് സിറപ്പിൽ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഈ ചോക്ലേറ്റിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു യമ്മി ഫീൽ കിട്ടും. ഇത്ര ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിലൊക്കെ കൊടുക്കുന്നതിൻ്റെ പകുതി പൈസയ്ക്ക് നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്ര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. എല്ലാവരും വീട്ടിൽ ഒറ്റ വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അത്ര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ബാക്കിയെല്ലാം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റി ആൻഡ് യമ്മിയാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്